സിനിമ മെയിനാണ് ആഷിഖ് അബു, ലിജോ ജോസ്. ആഷിഖ് അബുവിന്റെ നേതൃത്വത്തില്ല, നല്ല സിനിമ സെൻസ് ഉള്ള ആൾക്കാരാണ്. ആഷിഖ് അബു, ലിജോസ് പള്ളിശ്ശേരി, റീമ കല്ലിങ്ങളല്ല. നല്ല ഇപ്പൊ പായാ നദി അതുപോലെയല്ല, നല്ല പരീക്ഷാത്മക സിനിമ ചെയ്യുന്ന ആൾക്കാരാണ്. അത് നല്ല ഗ്രൂപ്പായിരിക്കും. അല്ല ഇപ്പൊ ആഷിഖ് അബു മറ്റേ ഫെസ്കയിൽ പിൻവാങ്ങിയല്ല. അമ്മയുടെ തന്നെ കുറച്ച് അംഗങ്ങൾ വന്ന് ഇവരെ സമീപിച്ചിട്ട് വേറെ സംഘടന ട്രേഡ് യൂണിയൻ തുടങ്ങണമെന്ന് ഇവരോട് തന്നെ പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ സംഘടനയാണ്. അല്ല ഇവര് നല്ല സിനിമ സെൻസ് ഉള്ളവരാണ്, കലാബോധം ഉള്ളവരാണ്. WCC ആണ് കുറച്ച് ഫെമിനിസ്റ്റ് ആ സ്റ്റൈലാണ്. ഇപ്പൊ ടൊവിനോ ഇന്നലെ കൊടുത്തൊരു ബൈക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല സംഘടന ആണെങ്കിൽ മാറ്റത്തിന് തുടങ്ങുകയാണെങ്കിൽ ഞാനും അതിൽ ഭാഗമാവും എന്ന രീതിയിൽ പ്രോഗ്രസീവ് ഉണ്ട്. വരട്ടെ യുവാക്കള് സിനിമയിലേക്കും. യുവാക്കളല്ല, അത് വേറെ രീതിയിലാണ് കാണുന്നത്. സിനിമ നല്ല എസ്തെറ്റിക് എന്ന് പറയും. മായാവതിയും സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി സംഘടന ആവശ്യമില്ല, പക്ഷെ സിനിമയൊക്കെ കുറച്ച് ലാലേറ്ററും മമ്മൂട്ടിയല്ല നിൽക്കുന്നത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയല്ല. ജനങ്ങൾ അവിടെയുള്ള ഒരുപാട് ആൾക്കാർക്ക് ഫൈറ്റ് ഹൗസ് ഓഫീസിൽ വെച്ച് ഇങ്ങനെ കാശ് കിട്ടുന്നുണ്ട്. ലാലേറ്ററും മമ്മൂട്ടിയും അമ്മയിലായതുകൊണ്ട് അവർക്കും ഒരു ഗുണവുമില്ല. ഫെസ്കേലാണെങ്കിൽ ദിലീപേട്ടനാണ് നയിക്കുന്നത്, പക്ഷെ ദിലീപേട്ടനെ പറഞ്ഞു വരുന്ന കുറെ പേരാണ്. അറിയാം, അമ്മയില് ലാലേറ്ററും മമ്മൂക്കിയും നിൽക്കുന്ന അവരുടെ സ്വാർത്ഥ താല്പര്യം വേണ്ടിയല്ല, അവർക്ക് അതിനൊന്നും കിട്ടാനില്ല. ലാലേറ്ററും മമ്മൂക്കിയും കാരണം ഒരുപാട് പേർക്ക് ഗുണമുണ്ട് ആ ഗ്രൂപ്പിൽ. എല്ലാരും അവര് വിമർശിക്കെങ്കിലും അമ്മയില് പുതിയ ആൾക്കാർ വരട്ടെ, പൃഥ്വിരാജ് പോലെയുള്ള പുതിയ ആൾക്കാർ വരട്ടെ. ഞാൻ പറഞ്ഞ അജു വർഗീസ് വരട്ടെ എന്ന് പറയണം. അവിടെ സ്ത്രീകളും വരണം. മഞ്ജു വാര്യന്റെ പണ്ട് അപ്രോച്ച് ചെയ്താണ്, പുള്ളിക്കാരി മാറിയൊക്കെ ചെയ്യണം. മഞ്ജു വാര്യന്റെ അപ്രോച്ച് ചെയ്താണ്. പൃഥ്വിരാജ് അമ്മയുടെ വെച്ചിലെ നന്നായിട്ട് പോകും. താല്പര്യമില്ല. പ്രോഗ്രസീവ് നല്ലായി. പ്രോഗ്രസീവ് ശരിക്കും ഇപ്പത്തെ ഈ നല്ല സിനിമകൾ ചെയ്യുന്നവരാണ്. ലിജോ ആണെങ്കിലും ആഷിഖ് അബു ആണെങ്കിലും നല്ലായി. എങ്കിൽ WCC-യെക്കാട്ടും അമ്മയെക്കാട്ടും നല്ലായി. ഡയറക്ടേഴ്സ് അല്ലേ? അല്ല ഇവര് കുറച്ച് നല്ല സിനിമ സെൻസ് ഉള്ളവരാണ്. ഇപ്പൊ നല്ല ഇപ്പൊ ലിജോ എല്ലാം നല്ല ഇപ്പൊ ബാലിബൻ പോലും നല്ല സിനിമയെ സ്ലോ ആയി പോയൊരു പ്രശ്നമായിരുന്നു. നല്ല സിനിമ കലാബോധമുള്ള ഇവര് പണമല്ല ഇവര് നോക്കുന്നത്. അമ്മയിലുള്ള കുറെ എല്ലാം പണമാണ് നോക്കുന്നത്. ഇവിടെ പണമല്ല, ഇവിടെ ഇവര് നല്ല കലാമൂല്യമുള്ള സിനിമകളാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അവരുടെ ഗുണമുണ്ട് ദോഷമുണ്ട്. ഇപ്പൊ WCC ആണെങ്കിൽ അവര് WCC ആക്രമിച്ചിട്ട് നടികൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നത്. നിലവിലുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പല നടന്മാർക്കും പല രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകൾ വന്നിട്ടുണ്ട്. പല രീതിയിലുള്ള അഭിപ്രായം, അതായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആഷിഖ് അബു രാജിവെച്ചത്. അല്ല ആഷിഖ് പോലെ ജനുവിനാണ് അവരുടെ തോന്നിയത്. ആഷിഖ് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബന്ധമുണ്ട്, ജനുവിനായിട്ട് ആളാണ്. പിന്നെ എന്ത് ലഹരി പാർട്ടികൾ അങ്ങനെ പറയുന്നത്, അതൊക്കെ സത്യമാണോ ഇല്ലോ എന്ന് അറിയില്ല. ആഷിഖിനെ പറ്റി പറഞ്ഞ പുള്ളി നല്ല മനുഷ്യനാണ്. പുള്ളിയുടെ ഇതൊക്കെ വിവാദങ്ങളൊക്കെ തട്ടിപ്പാണ്. കുറെ പേര് പുള്ളിനെ സിനിമകളിൽ നിന്ന് പുറത്താക്കുമ്പോഴുള്ള കളിയാന്ന് തോന്നുന്നു. എന്റെ ഒരു അഭിപ്രായമല്ലേ, പുള്ളി കാര്യം തുറന്നു പറയുന്ന ആളാണ്. സംസാരിക്കാത്ത ആളാണ്. ചങ്കുറ്റത്തോടെ കാര്യം തുറന്നു പറയുന്ന ആളാണ് ആഷിഖ് അബു. പുള്ളി എത്ര നിലപാട് ഡീസന്റ് ആയിട്ടുള്ള ആളാണ്, വ്യക്തിത്വമുള്ള മനുഷ്യനാണ്. പുള്ളി കോമഡി സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. സ്വന്തമായി നിലപാടുള്ള ആളാണ്. 22 ഫീമെയിൽ കോട്ടയാണെങ്കിലും സോൾട്ട് ആൻഡ് പേപ്പർ ആണെങ്കിലും മായാനദി ആണെങ്കിലും എല്ലാ ഉഗ്ര മടങ്ങളാണ്. ആർക്കെതിരാണ് ഇന്നിപ്പോ ആർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റാത്തത്? ഇപ്പൊ നമുക്കെതിരെ കേസ് ഇപ്പൊ ഇല്ല. ആർക്കും എതിരാണ് കേസ് കൊടുക്കാം. ഇത് സത്യം തെളിയേണ്ടത് കോടതിയും പോലീസുമാണ് തെളിയിക്കേണ്ടത്. ഇപ്പൊ നമ്മളെ കേസിൽ പോലെ നമ്മൾ പോകാത്ത തിരിക്കാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടാക്കുന്നത്. നമ്മൾ കണ്ടിട്ട് പേപ്പറിൽ വരെ വാർത്ത വന്നു.
അത് മനസ്സിലായില്ല. അപ്പൊ നടന്മാരും സാധാരണക്കാരും തമ്മിൽ വ്യത്യാസമില്ല. നമ്മൾക്ക് നടന്മാർ അത്രയും പൈസ ഇല്ല, പ്രൗഢിയില്ല, പക്ഷെ ഫേമസ് ആയതുകൊണ്ട് നമ്മൾ എല്ലാം കൂടി ചാർത്തി. അതാണ് കാര്യം. ഫേമസ് ആകണ്ടല്ലാന്ന് തോന്നിപ്പോയി അത് കണ്ടപ്പോ. അല്ല അത് നാട്ടിലെ ഡാഡി കൂടി എന്റെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ വന്നെങ്കിൽ ഡാഡിയുടെ പേര് വന്നു അതിനകത്ത്. ദുരുപയോഗം ചെയ്യുന്നുണ്ട്, നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ? പാവം ഡാഡി മനസ്സിലാവേണ്ട ഷോട്ട്, പുള്ളിയുടെ പേര് വന്നില്ല. കാരണം ഇവര് രണ്ടുപേരും വരുമ്പോ ആരാണ് ഡാഡി ആരാണ് മകൻ മനസ്സിലാവാത്തത്. പുള്ളി മകന് ഇവൻ ഡാഡി ആണ് ആൾക്കാർ പറയണ്ട. അയാൾ നിൽക്കാൻ പോകുന്നില്ല, തെളിവില്ല. ഈ പറയുന്ന ഒരു കേസും തെളിവില്ല. സിദ്ദിഖിന്റെ കേസുകളും വയറില അന്നേ റിപ്പോർട്ട് ചെയ്യണം. ഏതേതാ അതെങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. അതൊരു ക്രിക്കറ്റ് മാച്ച് പോലെയാണ്, എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ പുള്ളി ചിലപ്പോ പുള്ളി ഇത്രയും വർഷം നീട്ടിക്കൊണ്ട് പോകേണ്ടതായിരുന്നു കേസൊക്കെ. ലാഗ് അടുപ്പിച്ച് ദിലീപേട്ടൻ പറയാതെ പറഞ്ഞല്ലോ, ദിലീപേട്ടൻ ചെയ്തിട്ടില്ലെന്ന് ദിലീപേട്ടൻ ആദ്യമായിട്ട് പറയണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തെളിയും എന്തായാലും. സത്യം തരും നീതം തെളിയും എന്തായാലും. സത്യം വരണമില്ല, നമുക്കറിയാം. അതിനെ പറ്റി നമുക്ക് വരണമില്ല. ഇവിടെ വിദ്ര കേസിൽ ജഗതി രക്ഷപ്പെട്ടാണ്, കോഴ കേസിൽ അസുദ്ദീൻ രക്ഷപ്പെട്ടാണ്. സത്യം എന്ന് പറയാൻ പറ്റില്ല എങ്ങനെയാണ്. പക്ഷെ എനിക്കറിയില്ല, ദിലീപിന് അറിയാം പുള്ളി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, വേറെ ആർക്കും അറിയില്ല. ദിലീപിന് അറിയാം പുള്ളി തെറ്റിയിട്ടുണ്ടോ ഇല്ലയോ, വേറെ ആർക്കും അറിയാൻ എനിക്ക് തോന്നുന്നില്ല. നേരിട്ട് ആദ്യകാലത്ത് ഇത് പുള്ളി ചെയ്താണ് കേൾക്കുന്നത്, പിന്നീട് പല കാര്യം കേൾക്കുന്നത് ട്രാപ്പാണ് പറഞ്ഞു പറയാനില്ല. എനിക്ക് 50-50 ആണ്. 50% പുള്ളി ചെയ്തെന്നും 50% പുള്ളി ചെയ്തില്ലോ. ഞാൻ മനസ്സിലാക്കണം, 50% പുള്ളി ചെയ്തെന്നും 50% പുള്ളി ചെയ്തില്ല. കാരണം അറിയില്ല, എങ്ങനെ അറിയില്ല. പുള്ളി നേരിട്ടല്ല ഇന്ത്യയിൽ കൂടെ ആദ്യം അങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷെ പുള്ളി ഉണ്ടോന്ന് അറിയാം. പുള്ളിയെ ട്രാപ്പ് ചെയ്താണോ അറിയില്ല. ട്രാപ്പ് ചെയ്താണോ പുള്ളിക്ക് ആ നടിയോട് വ്യക്തിപരമായിട്ട് വൈരാഗ്യം ഉണ്ടായിരുന്നു. വൈരാഗ്യം ഉണ്ടായിരുന്നു, അതുള്ള കാര്യമാണ്. അക്രമമായിട്ട് നടിയോട്ട് ഉണ്ടായിരുന്നു. അത് വേറെ ആൾക്കാരെ ട്രാപ്പ് ചെയ്താണോ അറിയില്ല.